അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പേരിൽ പരസ്പരം സഹകരിക്കുക, ദീനിന്റെ പേരിൽ പരസ്പരം സഹകരിക്കുക, തൗഹീദ് പറയാൻ നാം പരസ്പരം സഹകരിച്ചുകൊണ്ടേയിരിക്കുക, വിദഅത്തുകാരെ നാം ഒഴിവാക്കുക, സുന്നത്തിന്റെ ആളുകളെ നാം അടുപ്പിക്കുക. ഇങ്ങനെ ഒരു ദഅവത്ത് നമുക്കിടയിൽ ഉണ്ടാക്കണം. അങ്ങനെയായിരുന്നു നമ്മുടെ പൂർവ്വപിതാക്കന്മാർ, നമ്മുടെ പഴയ കാലഘട്ടത്തിലെ ഉലമാക്കൾ. ഏതൊരു ബിദ്അത്ത് വന്നാലും അതിനെതിരിൽ അവർ ശക്തമായി നിന്നു. ഒരൊറ്റ പണ്ഡിതന്റെ കഥ ഞാൻ പറഞ്ഞുതരാം. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ ജീവിച്ച പണ്ഡിതനാണ് ഷെയ്ഖ് സനാഉല്ലാഹിൽ അംറസ്സരി റഹിമഹുല്ലാ. അദ്ദേഹം സയ്യിദ് നദീർ ഹുസൈൻ അദ്ദഹലവി റഹിമഹുല്ലയുടെ വിദ്യാർത്ഥിയാണ്. ബീഹാറിലുള്ള നദീർ ഹുസൈൻ അദ്ദഹലവി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥിയാണ് സനാഉല്ലാഹിൽ അംറസ്സരി റഹിമഹുല്ലാ. അദ്ദേഹത്തെക്കുറിച്ച് പറയപ്പെടുന്നത് തന്നെ രാത്രിയിൽ ഒരു ബിദ്അത്ത് വന്നാൽ രാവിലെ ആകുമ്പോഴേക്ക് അദ്ദേഹത്തിന്റെ മറുപടി അതിന് വന്നിട്ടുണ്ടാകും. അഹ്ലുൽ ഹദീസ് എന്ന പേരിൽ ആഴ്ചതോറും അദ്ദേഹം മാസികകൾ ഇറക്കിയിരുന്നു, അതിൽ ബിദ്അത്തുകൾക്കെതിരിൽ മറുപടി. ആ കാലഘട്ടത്തിൽ അദ്ദേഹം നസാറാക്കൾ, ക്രിസ്ത്യാനികൾ ഇസ്ലാമിനെതിരിൽ പറയുന്ന വാദങ്ങൾ, മിഷണറിമാർ അവരുടെ വാദങ്ങൾ, അതിന് ഓരോന്നായി അദ്ദേഹം മറുപടി പറഞ്ഞുകൊണ്ടേയിരുന്നു. അതുപോലെ തന്നെ ആര്യ സമാജത്തിന്റെ ആളുകൾ അവർ പറയുന്ന വാദങ്ങൾ അവർക്ക് മറുപടി എഴുതിക്കൊണ്ടിരുന്നു. ഷിയാക്കൾ അവരുടെ വാദങ്ങൾക്ക് മറുപടി എഴുതി, ബറൈൽവികൾ അവരുടെ വാദങ്ങൾക്ക് മറുപടി എഴുതി. ഇങ്ങനെ ഓരോരോ ബിദ്അത്തുകൾ വരുമ്പോൾ അതിനെതിരിൽ രാത്രി ബിദ്അത്ത് വന്നാൽ രാവിലെ ആകുമ്പോഴേക്ക് സനാഉല്ലാഹിൽ അംറസ്സരി റഹിമഹുല്ലയുടെ മറുപടി വരും. അദ്ദേഹത്തിന്റെ ചരിത്രം വായിച്ചുകൊണ്ട് മസ്ജിദ് നബവിയിലെ ഇമാം അലി അൽ ഹുദൈഫി ഹഫിദഹുല്ലാ പറഞ്ഞു, അദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ദിമസ്കസിൽ എങ്ങനെയാണോ ജീവിച്ചത് അങ്ങനെയായിരുന്നു ഇന്ത്യയിൽ ജീവിച്ചത് എന്ന്. അദ്ദേഹം അത്രയും ബിദ്അത്തുകാർ തലപൊക്കിയാൽ അദ്ദേഹം അവിടെ തന്നെ അത് തീർക്കും. അദ്ദേഹം ഏറ്റവും അധികം അറിയപ്പെട്ടത് മിർസ ഗുലാം അഹ്മദ് അൽ ഖാദിയാനിയുമായുള്ള സംവാദത്തിലാണ്. ഖാദിയാനികൾ ഇവിടെ വന്നു. ഖാദിയാനി മിർസ ഗുലാം അയാൾ നബിയാണെന്ന് വാദിച്ചു. സനാഉല്ലാഹിൽ അംറസ്സരി റഹിമഹുല്ലാ അദ്ദേഹത്തിന് മറുപടി എഴുതി, അവന് മറുപടി എഴുതി, തിരിച്ചു മറുപടി വന്നു, വീണ്ടും മറുപടി എഴുതി. അങ്ങനെ മറുപടി ധാരാളം തുടർന്നു പോന്നു. മറുപടികളും അതിന് മറുപടികളുമായി ധാരാളം ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു റമദാൻ മാസമായപ്പോൾ സനാഉല്ലാഹിൽ അംറസ്സരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ രീതി അനുസരിച്ച് റമദാനിൽ അദ്ദേഹം പുറത്തിറങ്ങാറില്ല, ഫുൾ ടൈം മസ്ജിദിലായിരിക്കും. അദ്ദേഹമാണ് മസ്ജിദിൽ ഇമാം നിൽക്കാർ. റമദാൻ മാസമായപ്പോൾ മിർസ ഗുലാം അഹ്മദ് അൽ ഖാദിയാനി അദ്ദേഹം പറഞ്ഞു, ഞാൻ സനാഉല്ലാഹിൽ അംറസ്സരിയെ മുനാദറക്ക് വെല്ലുവിളിക്കുന്നു, അഥവാ ഒരു സംവാദത്തിന് വെല്ലുവിളിക്കുന്നു. അങ്ങനെ ഈ മിർസ ഗുലാം അഹ്മദ് അൽ ഖാദിയാനി തന്റെ കൂടെയുള്ളവരോട് പറഞ്ഞു, പക്ഷേ എനിക്ക് വഹി ലഭിച്ചു, എന്തായാലും സനാഉല്ലാഹിൽ അംറസ്സരി വരികയില്ല. എന്തുകൊണ്ടങ്ങനെ പറഞ്ഞത്? റമദാനിൽ അദ്ദേഹം മസ്ജിദിൽ നിന്ന് പുറത്തിറങ്ങില്ല എന്നുള്ളത് ഈ ഖാദിയാനിക്കറിയാം. ഈ വാർത്ത സനാഉല്ലാഹിൽ അംറസ്സരി റഹിമഹുല്ലക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിന് പകരമായി ഒരാളെ നിർത്തുകയും മസ്ജിദിൽ നിന്ന് മിർസ ഗുലാം അഹ്മദ് അൽ ഖാദിയാനിയുടെ വീട്ടിലേക്ക്, അയാളുടെ നാട്ടിലേക്ക് വന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, മുനാദറയ്ക്ക് ഞാൻ തയ്യാറാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ നാട്ടിൽ വന്നപ്പോൾ ആദ്യത്തെ ദിവസം മിർസ ഗുലാം അഹ്മദ് അൽ ഖാദിയാനി പറഞ്ഞു, ഇന്നെനിക്ക് പ്രയാസങ്ങളുണ്ട്, ശാരീരികമായ ചില ബുദ്ധിമുട്ടുകളുണ്ട്. 1-2 ദിവസം ഒഴിഞ്ഞു മാറി. ഈ ദിവസം സനാഉല്ലാഹിൽ അംറസ്സരി എന്ത് ചെയ്തു? ആ നാട്ടുകാർക്ക് ദഅവത്ത് നടത്തി. ആ നാട്ടുകാർ ഖാദിയാനിയുടെ വലാലത്തുകൾ മനസ്സിലാക്കി, അയാൾ കള്ളപ്രവാചകനാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സനാഉല്ലാഹിൽ അംറസ്സരിക്ക് ഒരു കത്തെഴുതി മിർസ ഗുലാം. അതിൽ പറഞ്ഞു, ഞാൻ താങ്കളോട് ഒരു മുനാദറക്ക് ആഗ്രഹിക്കുന്നില്ല, മറിച്ച് നമുക്ക് മുബാഹല നടത്താമെന്ന് പറഞ്ഞു. മുബാഹല നടത്താം. ഒരിക്കലും സനാഉല്ലാഹിൽ അംറസ്സരി മുബാഹല സ്വീകരിക്കുകയില്ല എന്നാണ് മിർസ ഗുലാം അഹ്മദ് അൽ ഖാദിയാനി വിചാരിച്ചത്. സനാഉല്ലാഹിൽ അംറസ്സരി പറഞ്ഞു, മുബാഹല എങ്കിൽ മുബാഹല. മുബാഹല എന്ന് പറഞ്ഞാൽ പരസ്പരം ശാപപ്രാർത്ഥന നടത്തുക, മുബാഹല എങ്കിൽ മുബാഹല. ഇത് സ്വീകരിച്ചപ്പോൾ മിർസ ഗുലാം അഹ്മദ് അൽ ഖാദിയാനിക്ക് വീണ്ടും പ്രയാസമായി. അപ്പോൾ മിർസ ഗുലാം അഹ്മദ് അൽ ഖാദിയാനി വീണ്ടും കത്തെഴുതി. എന്നിട്ട് പറഞ്ഞു, എനിക്ക് വഹി ലഭിച്ചിരിക്കുന്നു, താങ്കളോട് മുബാഹല നടത്തരുത്, മറിച്ച് ഞങ്ങളിൽ ആരാണോ സത്യം പറയുന്നവർ അവരായിരിക്കും രണ്ടാമത് മരണപ്പെടുന്നത്, ബാത്തിലിന്റെ ആൾ ഒന്നാമത് മരണപ്പെടുമെന്ന് മിർസ ഗുലാം അഹ്മദ് അൽ ഖാദിയാനി സനാഉല്ലാഹിൽ അംറസ്സരി റഹിമഹുല്ലക്ക് കത്തെഴുതി. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. അഹ്മദ് അൽ ഖാദിയാനിയുടെ വാദങ്ങൾ പ്രചരിച്ചു. ഒരു ദിവസം പല ആളുകളും ഒരുമിച്ച് കൂടി, ഖാദിയാനി അഖീദ വിശ്വസിക്കുന്ന പല ആളുകളും ആ ഖാദിയാനി അഖീദയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരുമിച്ച് കൂടിയപ്പോൾ സനാഉല്ലാഹിൽ അംറസ്സരി റഹിമഹുല്ല എഴുതിയ അഖായിദു മിർസ എന്ന് പറയുന്ന 16 പേജ് വരുന്ന ഒരു ചെറിയ ഗ്രന്ഥം അവിടെയുള്ള ആളുകൾക്ക് വിതരണം ചെയ്യപ്പെട്ടു. മിർസ ഗുലാം അഹ്മദ് അൽ ഖാദിയാനിയുടെ ബിദ്അത്തുകൾ, അവന്റെ പിഴച്ച വാദങ്ങൾ എന്താണെന്ന് വിശദീകരിക്കുന്ന കിതാബ്, അത് വായിച്ച ആളുകളൊക്കെ ഹക്കിലേക്ക് വന്നു, തൗഹീദിലേക്ക് വന്നു, സുന്നത്ത് സ്വീകരിച്ചു. അങ്ങനെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു. സനാഉല്ലാഹിൽ അംറസ്സരി റഹിമഹുല്ലക്ക് രോഗം ബാധിച്ചു. അദ്ദേഹത്തിന്റെ കൂടെയുള്ള ചില ആളുകൾ പേടിച്ചുപോയി. അദ്ദേഹം മരണപ്പെട്ടിരുന്നുവെങ്കിൽ ഇവർ ഈ പറയുന്നത് പോലെ വഹി ലഭിച്ച അടിസ്ഥാനത്തിൽ ആദ്യം മരണപ്പെടുന്നത് ആരായിരിക്കും? സനാഉല്ലാഹിൽ അംറസ്സരി ആണെങ്കിൽ അത് ദലാലത്താണ് എന്ന് പറഞ്ഞ് ഖാദിയാനികൾ കൊട്ടിഘോഷിക്കും. പക്ഷെ അള്ളാഹുവിന്റെ ഖദർ, അള്ളാഹു സുബ്ഹാനഹു വ തആല മിർസ ഗുലാം അഹ്മദ് അൽ ഖാദിയാനിയെ ആദ്യം മരിപ്പിച്ചു. എങ്ങനെയാ മരിക്കുന്നത്? ഖാദിയാനി മരിക്കുന്നത് അന്നൊരു വ്യാപകമായ രോഗം വരികയും ആ രോഗം പിടിപെട്ട് ടോയ്ലറ്റിലാണ് മിർസ ഗുലാം അഹ്മദ് അൽ ഖാദിയാനി മരിക്കുന്നത്. സയ്യിദ് ഇഹ്സാൻ ഇലാഹി ലഹീർ റഹിമഹുല്ലാ പറയാറുണ്ട്, ഖാദിയാനികളുടെ വാദം പൊളിക്കുന്ന പ്രവർത്തനമാണ് അവർ തന്നെ ചെയ്തത്. എന്താണ്?
മിർസ ഗുലാം അഹമ്മദ് അൽ ഖാദിയാനി മരിച്ചത് ടോയ്ലറ്റിലാണ്, ഖബറടക്കിയത് പുറത്ത്. അമ്പിയാക്കൾ മരണപ്പെട്ടാൽ എവിടെയാണോ മരിക്കുന്നത് അവിടെ തന്നെയാണ് അവരെ ഖബറടക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ വാദം അവർ തന്നെ പൊളിച്ചു എന്ന് ഇഹ്സാൻ ഇലാഹി ലഹീർ റഹിമഹുല്ലാഹ് പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ രൂപത്തിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ, നമ്മുടെ ഉലമാക്കൾ ഇത്രയും അധികം പരിശ്രമങ്ങൾ അവർ നടത്തിയിരുന്നു. ചില പണ്ഡിതന്മാർ സനാഉല്ലാഹിൽ അംറസരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ കുറിച്ച് പറയാറുണ്ട്. അലി ഇബ്നു അബ്ദുല്ലാഹിൽ മദീനി റഹിമഹുല്ലാഹ് പറഞ്ഞൊരു വചനമുണ്ട്, ഇന്നല്ലാഹ അഅസ്സ ഹാദ ദീന യൗമർ റിദ്ദ ബി അബി ബക്കർ. യൗമുർ റിദ്ദയിൽ അബൂബക്കറിലൂടെ അല്ലാഹു ദീനിനെ ശക്തി നൽകി. വയൗമൽ മിഹ്നതി ബി അഹ്മദ്, മിഹ്നയുടെ ദിവസം ഇമാം അഹ്മദിലൂടെ അല്ലാഹു ദീനിനെ നിലനിർത്തി. വയൗമൽ ഖാദിയാനിയ ബി അബുൽ വഫാ, ഖാദിയാനികളുടെ ദിവസത്തിൽ അബുൽ വഫാ സനാഉല്ലാഹിൽ അംറസരി റഹിമഹുല്ലാഹിലൂടെ ഈ ദീനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി. നിങ്ങൾ നോക്കിയാൽ ഇന്ത്യയുടെ കുറച്ചു കാലം മുമ്പുള്ള ചരിത്രം, സയ്യിദ് നദീർ ഹുസൈൻ അദ്ദഹ്ലവിയുടെ വിദ്യാർത്ഥികൾ, മുഹമ്മദ് അബ്ദുറഹ്മാൻ അൽ മുബാറക് ഫൂരി, ലോകത്തിന് പ്രസിദ്ധമായ സുനൻ തിർമിദിക്ക് ഏറ്റവും നല്ല ശർഹ് ഏതാണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ, തുഹ്ഫത്തുൽ അഹ്മദി. അത് എഴുതിയത് ഇന്ത്യക്കാരനായ പണ്ഡിതനാണ്. അതുപോലെ തന്നെ സനാഉല്ലാഹിൽ അംറസരി ഖാദിയാനികളുമായി ഇത്രയും ശക്തമായ മുനാദറ നടത്തിയ മറ്റൊരു പണ്ഡിതനില്ല, അദ്ദേഹം ഇന്ത്യക്കാരനാണ്. ആ ഒരു മജിദ് സഹോദരങ്ങളെ, ആ ഒരു പ്രതാപം, ആ ഒരു ഇസ്സത്ത് നമുക്ക് തിരിച്ചെടുക്കണം. ഇന്ത്യയിൽ നമ്മൾ അത് ഉണ്ടാക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താ? സുന്നത്തിന് വേണ്ടി നമ്മൾ പണിയെടുക്കുക, തൗഹീദിന് വേണ്ടി നാം പണിയെടുക്കുക. ഏതൊരു ബിദ്അത്ത് ഉണ്ടായാലും അതിനെതിരെ നമ്മൾ പ്രതിരോധിക്കുക. പ്രവാചകനെ കുറ്റം പറയുന്ന ഒരു വാദം ആരെങ്കിലും എഴുതി പ്രചരിപ്പിച്ചാൽ, നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളല്ലേ, അതിന്റെ താഴെ അതിന് മറുപടി പറയുക. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നിങ്ങളുടെ ഉമ്മയെ ഒരാൾ ചീത്ത പറഞ്ഞുകൊണ്ട് ഒരു വാക്ക് നിങ്ങൾക്ക് അയച്ചാൽ നിങ്ങളത് വായിച്ച് വെറുതെ ഇരിക്കോ? നിങ്ങൾ പ്രതിരോധിക്കും. ഇല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ പറയും, നീ പറയുന്നത് തെറ്റാണ്, ബാത്തിലാണ്. ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ ചീത്ത പറയുന്നവൻ, അവൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ നമ്മുടെ ഉമ്മക്ക് വേണ്ടി നാം പ്രതിരോധിക്കുന്നതിനേക്കാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി പ്രതിരോധിക്കുക. قل إن كان آباؤكم وأولادكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها എന്ന ആയത്തിൽ അല്ലാഹു പറഞ്ഞതുപോലെ നിങ്ങളുടെ സമ്പാദ്യത്തെക്കാൾ, മക്കളെക്കാൾ, ഭാര്യമാരെക്കാൾ, സന്താനങ്ങളെക്കാളൊക്കെ നിങ്ങൾ സ്ഥാനം നൽകുന്നത് റസൂലിനായിരിക്കണം. ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരുണ്ടാകും, വാട്സപ്പുകൾ ഉപയോഗിക്കുന്നവർ, ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നവർ, നിരീശ്വരവാദികളും മറ്റും റസൂലിനെ കുറിച്ച് മോശമായ വാക്കുകൾ പറയുമ്പോൾ അത് വായിച്ചു വിടാതെ അതിന് താഴെ അതിന് മറുപടികൾ നിങ്ങൾ നൽകുക. പഠിച്ചതിന് ശേഷം ആ മറുപടി അവർക്ക് കൊള്ളുന്ന രൂപത്തിൽ അഹ്ലുസുന്നയുടെ മറുപടികൾ നിങ്ങൾ നൽകുക. സനാഉല്ലാഹിൽ അംറസരി റഹിമഹുള്ളയുടെ മാർഗം പോലെ അദ്ദേഹം നൽകിയ മറുപടി പലപ്പോഴും അത് എതിർക്കാൻ ഒരാൾക്ക് സാധിക്കുമായിരുന്നില്ല. അത്രയും ശക്തമായ മറുപടികളാണ് നൽകിയത്. ഇങ്ങനെ തൗഹീദിന് വേണ്ടി നമ്മൾ പണിയെടുത്താൽ ഒരു പക്ഷേ നിങ്ങൾ ഇന്ന് പറയും, നാളെ പറയും, ഒരാളോട് തൗഹീദ് പറഞ്ഞു കൊടുക്കും, ഒരു കൊല്ലം പറയും, അതിന് പ്രത്യേകിച്ച് ഫലമൊന്നും കാണാതിരിക്കുമ്പോൾ വിചാരിക്കും, എത്ര കൊല്ലം ഞാൻ പറയുന്നു, ഇനി വേണ്ട, വിട്ടേക്കാം, ഭൗതികമായ കാര്യങ്ങൾക്ക് പോകും. അങ്ങനെ ആവരുത്. നമ്മൾ ദീൻ പറഞ്ഞുകൊണ്ടേയിരിക്കുക, തൗഹീദ് പറഞ്ഞുകൊണ്ടേയിരിക്കുക, സുന്നത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ആളുകൾ നമ്മളെ തൗഹീദിന്റെയും സുന്നത്തിന്റെയും പേരിൽ പരിഹസിക്കുന്നത് വരെ, അവർ നമ്മെ എത്ര കുറ്റം പറഞ്ഞാലും